ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നത് സമൃദ്ധിയുടെ പരിശുദ്ധ അമ്മയോടാണ്. ബിയാഗിയോ ഓർലൻഡോ നത്താലി എന്ന വിശ്വാസിയല്ലാത്ത ചെറുപ്പക്കാരനായ ആട്ടിടയന് 1641 വസന്തകാലത്തിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടു. അവൻ വളരെയേറെ ഭയപ്പെട്ടു. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം വിളിച്ച് ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സ്വർഗരാജ്ഞിയാണ്. ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയിൽ ഞാൻ വേദന അനുഭവിക്കുന്നു. അതിനുശേഷം മാതാവ് അവനോട് പറഞ്ഞു, ഒരു പള്ളി പണിയിക്കുകയും ഗ്രാമത്തിലെ പുരോഹിതനോട് ജനങ്ങളെ കൂട്ടി ഒരു പ്രദക്ഷിണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുക. ആ സ്ഥലത്ത് വെച്ച് ബിയാഗിയോ മാനസാന്തരപ്പെടുകയും ധാരാളം വിശ്വാസികൾ അവിടെ പോവുകയും ചെയ്തു. ആദ്യത്തെ ദേവാലയം കത്തിനശിച്ചു. പിന്നീട് പണി കഴിപ്പിച്ച അൾത്താരയിൽ തീർത്ഥാടകർ ഒഴുകിയെത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമൃദ്ധി നിറയ്ക്കുന്ന പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ കുറവുകളെയും പരിശുദ്ധ അമ്മേ മാറ്റിത്തരണമേ. ഏതെല്ലാം മേഖലകളിലാണോ കുറവുകൾ, പഠന മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, സമാധാനത്തിൻ്റെ മേഖലകളിൽ, പരിശുദ്ധ അമ്മേ മാതാവേ, അതെല്ലാം മാറ്റി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുഗ്രഹം എന്നും നമ്മുടെ കുടുംബത്തിൽ സമൃദ്ധമായി നിറയട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ നൽകുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.